ഹായ്. അപ്പോൾ എൻ്റെ ഷാർജ ജീവിതത്തിലെ ആദ്യ വീക്കെൻഡ്, ആദ്യ ഞായറാഴ്ച. ദേ കണ്ടോ കതക് ഒരെണ്ണം. ഇതിന് മുന്നേ ഒരു കതക് കണ്ടോ? ഇത് കതകിൽ മാത്രമുള്ള ഒരു സ്ഥലമാണോ എന്ന് എനിക്ക് സംശയം. ആ ഡോർ അങ്ങോട്ട് തുറന്നു. ഡോറ് തുറന്ന് പയ്യെ ഞാൻ താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ഇറങ്ങി എൻ്റെ ലക്ഷ്യം പള്ളിയിൽ പോവുക. അത് കൂടാതെ തന്നെ ഈ നാട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണുക. ദേ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് തീരാറായി. സ്റ്റെപ്പ് തീരാറായപ്പോഴും കതക് തീരാറായിട്ടില്ല. കതക് തുറന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി. നോക്കിക്കേ, ഷാർജ ടൗൺ. ഷാർജ കമ്പാരിറ്റീവ്ലി ദുബായിനെ വെച്ച് നോക്കുമ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണോ ആവും. എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി. പള്ളിയിൽ കഴിഞ്ഞ് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു വണ്ടി കണ്ടു. ആ വണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഷാർജ ഒരു കച്ചയാണ്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പുറകിലുള്ള ഒരു കച്ചയാണിത്. ഈ കച്ചയെ കിടക്കുന്ന ഒരു ചെറിയ വണ്ടി, ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നും തോന്നിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടിയെങ്കിൽ ഒരു മനുഷ്യൻ കാണാതെ ഏതെങ്കിലും ഒരു കോടീശ്വരൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട വണ്ടിയാണ് വെറും ഒരു കച്ചയുടെ അകത്ത് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാണേലും ആ കണ്ട കാഴ്ച കൗതുകത്തിൽ ഞാൻ ആ ദൃശ്യം അങ്ങോട്ട് പകർത്തിയെടുത്തതാണ് കാണുന്നത്. അതൊക്കെ ആവട്ടെ. പിന്നെ അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങി. ഒരു വണ്ടി വന്നെ കണ്ടോ? ആ വണ്ടി വന്നെ കണ്ടിട്ടാണോ എന്നറിയാൻ പറ്റില്ല, ഈ പുള്ളി പേടിച്ച് ഈ വണ്ടി ഇവിടെ ഒതുക്കി കൊടുക്കണേ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് എന്തെങ്കിലും കഴിച്ചേക്കാന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി നോക്കി. അവിടെ കയറിയപ്പോൾ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ബിരിയാണി കഴിക്കാൻ വലിയ താല്പര്യമില്ല. നേരെ പുറത്തോട്ട് ഇറങ്ങി ഞാൻ അവിടെ ഒന്ന് നോക്കി, ഇനി വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറേ വണ്ടിയുണ്ട്, കുറേ ഫ്ലാറ്റുമുണ്ട്. ഇത് മാത്രം ഇവിടെ വീണ്ടും കണ്ടേ ഉള്ളൂ. എന്താ